കണ്ണൂർ കരിവള്ളൂരിലെ ഒരു വീട്ടിലൊരു മോഷണം. വിവാഹം കഴിഞ്ഞ കുട്ടി സ്വർണ്ണാഭരണങ്ങളെ വീട്ടിലെ രണ്ടാം നിലയിലെ അലമാരയിൽ വെച്ച് പൂട്ടിയിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞ് പരിശോധിക്കാൻ എടുത്തപ്പം 40 പവൻ വച്ചതിൽ അതിൻ്റെ അത് 10 പവൻ്റെ ചെറിയ മോതിരങ്ങളും ചെറിയ മാലകളും അതുപോലെ തന്നെ ഡയമണ്ടുകളും അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ 30 പവൻ മോഷണം പോയിരിക്കുന്നു. 30 പവൻ ഏകദേശം 10-21-22 ലക്ഷം രൂപ ഇപ്പോൾ ആവും. അത് രണ്ടാം നിലയിൽ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാം നിലയിൽ വെച്ചു. ഏതായാലും ആ സാധനത്തിലെ 30 പവനേ പോയുള്ളൂ. 40 പവനിൽ അതൊരു ഇൻസൈഡ് ജോബാണ് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടിൽ മനസ്സിലാകുന്നത്. കരിവള്ളൂർ പാലിയേരി സ്വദേശി മനോഹരൻ്റെ വീട്ടിലാണ് ആ മോഷണം നടന്നത്. മനോഹരൻ്റെ മകൻ അർജുനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്നാണ് വധു വന്നിരിക്കുന്നത്. ആ കുട്ടി വിവാഹത്തിന് ശേഷം വരൻ്റെ വീടിൻ്റെ രണ്ടാം നിലയിൽ അലമാര വെച്ച് പൂട്ടിയതാണ്. ഇപ്പോൾ വ്യാഴവും വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച ചില ആൾക്കാർ ആ വീട്ടിൽ വന്നപ്പം ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് കാണിക്കാനായിട്ട് അലമാര തുറന്നപ്പം കാണാനില്ല. 30 പവൻ പോയിരിക്കുന്നു. 10 പവൻ്റെ മുതൽ എവിടെയോ ഉണ്ട്. ഈ 40 പവനിലെ 30 പവൻ എടുത്തതിൽ നിന്ന് ഇതൊരു ഇൻസൈഡ് ജോബാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ 2 ദിവസം വീട്ടിൽ വന്നു പോയവരെ ലിസ്റ്റ് എടുക്കേണ്ടി വരും. അവരിൽ ഒരാളായിരിക്കണം ഇത് തട്ടിച്ചു മാറ്റിയത്. എന്തായാലും പൊതുവായി നമ്മൾ നോക്കുമ്പം വീട്ടുകാരെ സംശയിക്കേണ്ടി വരും. ഡയമണ്ടും അതുപോലെയുള്ള ചെറിയ ചെറിയ മോതിരവും ചെറിയ ചെറിയ സ്വർണത്തിൻ്റെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. വലിയ സ്വർണത്തിൻ്റെ മാലകളും അതുപോലെ വളകളും ഉൾപ്പെടെ 30 പവനേ എടുത്തുള്ളൂ. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആ വീട്ടിൽ ധാരാളം ഗസ്റ്റുകളുണ്ട്. വിവാഹത്തിന് ശേഷമാണ്. ആ സമയത്തായിരിക്കാം ഇത് നഷ്ടപ്പെട്ടെന്നാണ് വധു പറയുന്നത്. അവർ കൊല്ലംകാരിയാണ്. അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ആ സ്വർണ്ണാഭരണങ്ങൾ. വിവാഹം കഴിഞ്ഞ് പട്ടുറുപത്തി എത്തി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഊരി അവർ തട്ടുംപുറത്ത് അല്ലെങ്കിൽ രണ്ടാം നിലയിൽ അലമാര വെച്ചതുമാണ്. ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം പയ്യന്നൂർ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആരെയാണ് സംശയിക്കുന്നത് ഇതുവരെ നമുക്ക് വെളിയിലായിട്ടില്ല. എങ്കിലും ആ വീട്ടിൽ വന്നു പോയവരിൽ അന്വേഷണം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ വീട്ടുകാരിലും അന്വേഷണം കേന്ദ്രീകരിച്ചും നടക്കേണ്ടിയിരിക്കുന്നു. ഡോസ് കോഡിൻ്റെ സേവനം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും വന്നിട്ടുണ്ട്. കൃത്യമായി പോലീസ് ഇതിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്പസ്വല്പം സമയം എടുക്കും. അവിടെ വന്നു പോയാൽ ചിലപ്പം വളരെയധികം ആൾക്കാരുണ്ട്. അവരെ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ടി വരും. ആ രണ്ടാം നിലയിൽ ആർക്കാണ് പ്രവേശനം, അല്ലെങ്കിൽ അവിടെ പോയി സ്വർണ്ണാഭരണം എടുക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ആ വീട്ടിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഇതിനകത്തൊരു പങ്കുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു സംഭവത്തെപ്പറ്റി ഇപ്പം അന്വേഷണം പയ്യന്നൂർ പോലീസ് നടക്കുകയാണ്. ഇത് അന്വേഷണത്തിലെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വെളിയിലുള്ള കള്ളന്മാരാരും അവിടെ വന്നു ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ വിവാഹം നടക്കുന്ന പല വീടുകളിലും വിവാഹ ദിവസവും അല്ലാതെ വന്ന് മോഷണം നടത്തുന്ന ചില ആൾക്കാർ എറണാകുളത്തും അതുപോലെ കൊല്ലത്തും ഒക്കെ ഉണ്ട്. അവർ വിവാഹ ദിവസം ആ വീടുകളിൽ വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ബന്ധുക്കളൊക്കെ പോലെ വന്നിട്ട് അവർ ആ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലും ഉണ്ട്, കൊല്ലം ജില്ലയിലും അങ്ങനെയുള്ള ആൾക്കാർ. കാരണം അവർ ഈ മാട്രിമോണിയലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ പള്ളിയോ അമ്പലത്തിലോ പോകുന്ന വിവരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ആ സ്ഥലങ്ങളിലെ ആൾക്കാരെ ഇവർ ലൊക്കേറ്റ് ചെയ്ത് വിളിച്ച് അവരോട് കല്യാണത്തിൻ്റെ സമയവും സന്ദർഭവും കാരണം ബന്ധുവാണ്, അതുകൊണ്ടാണ് വിളിച്ചു ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ എറണാകുളത്തും പെരുമ്പാവൂരും അതുപോലെ തന്നെ കൊല്ലത്തും മോഷണം നടത്തുന്ന നടത്തിയവരെ ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 3-4 ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രാവീണ്യം ലഭിച്ചവർ. അങ്ങനെയുള്ളവർ ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീടും വിവാഹ ദിവസവും നടന്ന CCTV ദൃശ്യത്തിൽ ഈ ആളെ ചിലപ്പം പ്രീവിയസ് കൺവിഷനുള്ള ആളാണ് ഇയാൾ. ആ 1-2 പേരെ അവിടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കാം. പരിചയമില്ലാത്തവർ ആരൊക്കെയാണ് ആ CCTV ദൃശ്യം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുത്ത ആ പടങ്ങളിൽ ആ ദൃശ്യങ്ങളിൽ കാണും. അങ്ങനെയാണ് ഒരു കല്യാണ
സ്ഥലത്ത് വന്നു ചേർന്ന ആൾക്കാരുടെ മുഴുവൻ ദൃശ്യങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിരുന്നു. അതിനകത്ത് അപരിചിതനായ ഒരാളെ കണ്ടു. അയാളെ പലർക്കും മനസ്സിലായി. അയാൾ ബന്ധുക്കളാണെന്ന് പറഞ്ഞവിടെ തലേദിവസം മുതൽ വന്ന് ആ വീട്ടിൻ്റെ എല്ലാ ഫംഗ്ഷനിലും പങ്കെടുത്ത ആളാണ്. പക്ഷേ വാദിയുടെ ആൾക്കാർക്കോ അല്ലെങ്കിൽ വധുവിൻ്റെ ആൾക്കാർക്കോ അവിടുത്തെ വരൻ്റെ ആൾക്കാർക്കോ ഇയാളെ അറിയില്ല. അങ്ങനെയാണ് അയാളെ ലൊക്കേറ്റ് ചെയ്ത് പിടിച്ചത്. ഇവിടെ അതുപോലെ തന്നെ പയ്യന്നൂർ പോലീസ് ആ വീട്ടിലെ കല്യാണ സമയത്തെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസത്തെയൊക്കെ എല്ലാ ദിവസവും മാക്സിമം ആ വീടുകളിലെ വന്നു ചേർന്നൊരു ഫോട്ടോ കിട്ടുന്ന ദൃശ്യങ്ങളുണ്ടാവും. അത് മുഴുവൻ പരിശോധിക്കണം. പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സായ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ രണ്ടാം നിലയിൽ വീട് കാണാൻ പോകുന്നവരോ മറ്റവരോ അങ്ങനെയൊക്കെ പോയവരുണ്ടോ എന്നുള്ള നോട്ടത്തിൽ ചിലപ്പം നമുക്കിതിൻ്റെ ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. ആ രീതിയിലേക്ക് ഒരു അന്വേഷണം പയ്യന്നൂർ പോലീസ് നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്.